ഡോക്ടറായ ജോർജ് മെൽക്കെയർ തൻ്റെ മെഡിക്കൽ മിഷന്റെ ഭാഗമായി ആഫ്രിക്കൻ രാജ്യമായ ക്യാമറൂണിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അന്നൊരു രാത്രിയായിരുന്നു. ഗ്രാമത്തിൽ നിന്നും ഒരു ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവരെ പരിശോധിക്കാൻ ഡോക്ടർ ജോർജിനെ വിളിച്ചു. അവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ആ സ്ത്രീയുടെ രക്തസമ്മർദ്ദം പരിശോധിച്ചപ്പോൾ അത് വളരെ കൂടുതലായിരുന്നു. അവളുടെ മുഖവും കാലുകളും നീരുവെച്ച് വീർത്തിരുന്നു. വളരെ ബുദ്ധിമുട്ടോടെ ഡോക്ടർ ജോർജ് ആ സത്യം തിരിച്ചറിഞ്ഞു. ആ സ്ത്രീ മരണപ്പെട്ടു. അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും ഈ ലോകം കാണാതെ മടങ്ങി. ഇതായിരുന്നു ഡോക്ടർ ജോർജ് മെൽക്കെയറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം. ആ വേദനയിൽ പൊട്ടിക്കരഞ്ഞ അവളുടെ ബന്ധുക്കളുടെ മുമ്പിൽ അദ്ദേഹം നിസ്സഹായനായി നിന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും ഡോക്ടർ ജോർജിന് അതങ്ങനെയല്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ജോർജ് തൻ്റെ ജന്മനാടായ മൊണ്ടാനയിലേക്ക് മടങ്ങി. ഈ സമയങ്ങളിലായിരുന്നു ഡോക്ടറെ തേടി ക്യാമറൂണിൽ നിന്നും ഒരു സന്യാസിനിയുടെ കത്തെത്തുന്നത്. ഇടയ്ക്കിടെ ജോർജ് സന്ദർശിച്ചിരുന്ന ക്യാമറൂണിലെ ജോട്ടിനിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സിസ്റ്റർ ബെർണാഡോയായിരുന്നു കത്തയച്ചത്. പ്രസവത്തിൽ 2 സ്ത്രീകൾ മരണപ്പെട്ട ഹൃദയഭേദകമായ വാക്കുകളോടെയായിരുന്നു കത്ത് ആരംഭിച്ചത്. ഈ സംഭവം അദ്ദേഹത്തിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അന്നത്തെ സംഭവം വീണ്ടും ജോർജിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ കത്ത് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച മെറ്റേണിറ്റി ലൈഫ് ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. ഗർഭിണികളായ സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന സംഘടന ഇപ്പോൾ രാജ്യത്ത് വളരെ സജീവമാണ്. 1997 തുടങ്ങിയ സംഘടനയുടെ പ്രവർത്തനം ഇന്ന് നൈജീരിയ, കെനിയ, ടാൻസാനിയ, ഉഗാണ്ട, റുവാണ്ട, ഹെയ്ത്തി എന്നീ 6 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് ഡോക്ടർ കണ്ട ആഫ്രിക്കയിലെ ആ കാഴ്ചയ്ക്ക് ഇന്ന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടം കടന്നു വന്നതിന് അന്ന് സിസ്റ്റർ ബെർണാഡോ അയച്ച കത്തിലൂടെ ദൈവം ഇടപെട്ടു എന്ന് തന്നെ പറയാം.